മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് പുറമണ്ണൂരിലുള്ള ഒരു പാടിയിലാണ്. നമുക്കറിയാം ഈ പാടി എന്നുള്ള പേര് നമ്മൾ കേട്ട് പഴകാൻ തുടങ്ങിയത് നമ്മുടെ കലാഭവമണിയുടെ ഒരു പാടിയിൽ നിന്നാണ്. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് അത് കേൾക്കുന്നത്. ഇതിന് മുൻപുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം, ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു പാടി എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മലയാളിയെ എത്തിച്ച കലാഭവമണിയെ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് നമ്മുടെ പുറമണ്ണൂരിലുള്ള പാടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിമനോഹരമായിട്ടുള്ള ഒരു സായം സന്ധ്യയാണ്. നിരവധി ആളുകൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഈ ഒരു പാടി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും അടക്കം ഒരുപാട് പേരുണ്ട്. ഏകദേശം ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 500 പേര് കാണാം. ഒരു സന്ധ്യാസമയത്തൊക്കെ ഇവിടെ വന്ന് കാണാനും ആളുകൾക്ക് അതിൻ്റെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റിയ ഭംഗിയുള്ള സ്ഥലമാണ്. ഏകദേശം നമുക്കറിയാം പൊന്നാനിയിലെ കർമ്മ റോഡിലാണ് ഇപ്പോൾ ഈ നേരത്തെ ഇത്രയും അധികം ആളുകൾ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെയും ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, ഈ വയൽക്കരയിലെ ഈ ഒരു സ്നേഹതീരം, അങ്ങനെ പറയാം, സ്നേഹതീരത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കാരണക്കാരായ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അവരോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കാം. എല്ലാവർക്കും സ്നേഹത്തോടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ആളുകളല്ലേ? പേരെന്തായിരുന്നു? നൗഫൽ, വിജേഷ്, ദിലീപ്, സജേഷ്, അനിൽകുമാർ, ഷഫീഖ്. ഇവിടെ പരിസരത്തിനുള്ള ആളുകളാണ് എല്ലാവരും അല്ലേ? അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷെഡ് ഇവിടെ ഉണ്ടാക്കിയത് അല്ലേ? അപ്പൊ ആ ഷെഡിനോട് ചേർന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു പാടമുണ്ട്. ഈ പാടത്തിനോടനുബന്ധിച്ച് ഒരു പാടി ഉണ്ടായി. മുടി കുത്തി താളത്തിൽ പാടടാ, പാട്ടു കേട്ട് നീ ഉറങ്ങ്. അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം, കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി. ആയിലയില ചേമ്പില വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ടും പോയതല്ലേ. ആരിയ നെല്ലിൻ്റെ ഓലന്നാടും പോലെ ചാഞ്ചാടും ഈ ചേരിഞ്ഞാട്. പേരക്കയോ? എങ്ങനെയുണ്ട്? ഇവിടെ നിറയെ ആൾക്കാർ വരാറുണ്ടോ? ഇഷ്ടംപോലെ വരാറുണ്ട്. ഈ ഒരു നേരത്താണ് ആൾക്കാർ അധികം വരിക അല്ലേ? വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? 7 മണി വരെയൊക്കെ ആൾക്കാർ നാടിന്റെ നാനാഭാഗത്തു നിന്നും വരുന്നുണ്ടോ? അറിഞ്ഞറിഞ്ഞിട്ട് വരുന്നുണ്ടല്ലേ? ആണോ? പേര് ഹരിത. നിങ്ങൾ വൈകുന്നേരം ഇവിടെ ഉണ്ടാവും അല്ലേ? ഒരു രസമല്ലേ? ഈ നേരത്ത് നിങ്ങൾക്കും ഒരു എന്റർടൈൻമെന്റ് ആയില്ലേ ഇവിടെ വന്നിരുന്നിട്ട്?